അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര പരിസരത്ത് ഇടത്താവളവും അന്നദാന കേന്ദ്രവും ഒരുക്കി. ഉപ്പള ശ്രീ നിത്യാനന്ദ യോഗ ആശ്രമത്തിലെ ശ്രീ യോഗാനന്ദ സരസ്വതി അന്നദാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അന്നദാനവും അന്നദാനപ്രിയനേ എന്നും അയ്യപ്പസ്വാമിയുടെ ശരണം വിളിയിൽ വിളിക്കുന്നതാണ്. അപ്പം ഇവിടെ അയ്യപ്പസ്വാമിയുടെ സേവയാണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം നല്ല ചെലവുകളും നല്ല അധ്വാനങ്ങളും സ്വയം സ്വീകരിച്ചുകൊണ്ട് ഈ സംഘടന ഈ ദൗത്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധവും അനുഗ്രഹവും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദാനം എന്നുള്ളത് ഉത്തമമാണ്. നമ്മളെങ്ങനെയാ വാടക വീട്ടിൽ നമ്മൾ താമസിക്കുമ്പം മാസം തികയുമ്പം വാടക അതിൻ്റെ ഉടമയ്ക്ക് കൊടുത്തേ പറ്റുമോ? കൊടുത്തില്ലെങ്കിൽ അടുത്ത മാസം അവിടെ താമസിക്കാൻ നമുക്ക് എങ്ങനെ അനുവദിക്കില്ലയോ? അതേപോലെ സ്വന്തം കെട്ടിടമായെങ്കിലും സർക്കാരിന് നമ്മൾ നികുതി അടച്ചില്ലെങ്കിൽ എങ്ങനെ നിയമം സംസാരിക്കുമോ? ഇടത്താവളത്തിലെത്തുന്നവർക്ക് 3 നേരവും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയാണ് ആദ്യമായി കണ്ണൂർ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഇവിടെ അന്നദാന കേന്ദ്രം ഒരുക്കിയത്. കഴിഞ്ഞ വർഷം 2 ലക്ഷത്തിലധികം പേരാണ് അന്നദാന ക്യാമ്പിലെത്തിയത്. ഇവിടുത്തെ ഭക്ഷണം കൊടുക്കുന്നത് ഒരു ആത്മാർത്ഥമായ രീതിയിൽ ഒരുവിധം വൃത്തിയായ ഒരു ഭക്ഷണമായിട്ടാണ് ഇവിടുന്ന് കൊടുത്തത്. വെറുതെ ഒരു കറിയും ഒരു ചോറുമല്ല. വന്ന കൂട്ടി ആരെയും മടക്കാതെ പോയി വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇരുത്തി രാവിലെ ഉപ്പുമാവ്, ചായ, കാപ്പി ഇത് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 2 നേരം കറി, ഒരു അച്ചാറുമായിട്ട് ചോറ് കൊടുക്കുന്നുണ്ട്. രാത്രി അതുപോലെ തന്നെ വൈകുന്നേരം ഉപ്പുമാവായിട്ടും ചോറായിട്ടും എന്താണോ രാത്രി ഊണ് കഴിക്കാതെ അയ്യപ്പന്മാരുണ്ട്, അവർക്ക് അതിൽ ഉപ്പുമാവ് ഇങ്ങനെ പല സാധനമായിട്ടും ചോറായിട്ടും ഞങ്ങൾ കൊടുത്തു വരും. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി 2ാമത്തെ അന്നദാന ക്യാമ്പാണ് തളാപ്പ് ശ്രീ സുന്ദരേശ്വരത്തിൽ നടക്കുന്നത്. ഈ ക്യാമ്പ് ഇന്ന് യോഗാനന്ദ സരസ്വാമിജി ഉദ്ഘാടനം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ഈ ക്യാമ്പിൽ ഏകദേശം 2 ലക്ഷത്തിലധികം പേർ ഭക്ഷണം കഴിക്കുകയും ഏകദേശം 44 ലക്ഷപ്പരം രൂപ ചെലവുകയും ചെയ്തിരുന്നു. അത് നല്ലവരായ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ യൂണിറ്റിൻ്റെയും താലൂക്കുകളിൽ നിന്നും ലഭിക്കുന്ന പണം സ്വരൂപിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തിയത്. ജനുവരി 19 വരെ അന്നദാന ക്യാമ്പ് തുടരും. ഡിസംബർ 22-ന് അന്നദാന കേന്ദ്രത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കർപ്പൂര ദീപപ്രദക്ഷിണം നടക്കും. ജനുവരി 14-ന് ക്ഷേത്രസന്നിധിയിൽ ലക്ഷദീപ സമർപ്പണവും നടക്കും. ജനുവരി 19-ന് സമൂഹ സദ്യയോടെയാണ് അന്നദാന കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവസാനിക്കുക. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ 1.